അതിനകത്തൊരു നിഗൂഢത ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പല പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞതൊന്നുമല്ല. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിഗൂഢത അതിനകത്തുണ്ട്. ഡോക്ടർ CJ റോയ് ആ കാര്യത്തിലൊന്നും ഒരു ഭയമുള്ള ആളാണ്. പണം എത്രമാത്രം വന്നുകൂടിയാലും എത്രമാത്രം കടം കയറിയാലും ഭയപ്പെടുന്ന വ്യക്തിയല്ല. മലയാള സിനിമയിലെ അറിയാം, എല്ലാ നടന്മാരും ചെറുതും വലുതും എല്ലാവരും ദുബായ് നടന്മാരും നടികളും ദുബായ് സെൻട്രലൈസ് ചെയ്ത് പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഇടതായാലും വലതായാലും BJP ആയാലും ആരായാലും ശരി, കോൺഗ്രസ് ആയാലും ചെറിയ നേതാക്കളും വലിയ കൂടെ ദുബായിക്ക് പോകും. അതെന്തിന്? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. CJ റോയിയുടെ മരണത്തിലുള്ള ദുരൂഹത, ആ വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ ഇപ്പോഴും പൊതുമധ്യത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോ പല ദുരൂഹതകളിലേക്കും വിരൽ ചൂണ്ടുന്നതുമാണ്. അത്രയ്ക്കും വലിയൊരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടോ ഈ ഒരു കേസിൽ? അതിനകത്തൊരു നിഗൂഢത ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പല പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞതൊന്നുമല്ല. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിഗൂഢത അതിനകത്തുണ്ട്. കാരണം ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് പല തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയെന്ന് ഉള്ള ആരോപണം നിലനിൽക്കുന്ന ആ വ്യക്തി ഏകദേശം 9,000 കോടിയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. പക്ഷേ ആ സ്വത്തുക്കൾ പലരെയാണ് ഇദ്ദേഹം അതിൻ്റെ അകത്ത് കുറച്ച് പണം മുടക്കിയിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ വില കൂട്ടുമ്പോഴാണ് 9,000 കോടി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ച അത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അമാനുഷികമായ ഒരു വളർച്ചയാണ്. അങ്ങനെയുള്ളൊരു വളർച്ചയ്ക്ക് പണം വന്ന് അദ്ദേഹത്തിൻ്റെ കൈ കൂടെ കടന്നു പോകുന്നു. ഒരു ധാരാളിയുടെ സ്വഭാവത്തിൽ ധാരാളം പണങ്ങൾ അദ്ദേഹം വലിച്ചെറിയുന്നത് നമുക്ക് കാണാം. അത് ചാനലിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും അതുപോലെയുള്ള യാത്രയിലും സിനിമാക്കാരുമായിട്ടുള്ള സമ്പർക്കവും സിനിമാ പ്രൊഡക്ഷനും ധാരാളം കാറിൻ്റെ അതൊക്കെ ഒരു കമ്പം വന്നിട്ട് അതിന് വാങ്ങിച്ചു കൂട്ടുന്ന കാറുകളും അതിന് മുടക്കുന്ന പണങ്ങളും ഇതൊക്കെ ആരുടെ പണമാണ്? പക്ഷേ ഒരുവിധപ്പെട്ട തട്ടിപ്പുകളോ പണം കൊടുക്കാനുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇദ്ദേഹം പേടിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ CJ റോയ് ആ കാര്യത്തിലൊന്നും ഒരു ഭയമുള്ള ആളാണ്. പണം എത്രമാത്രം വന്നുകൂടിയാലും എത്രമാത്രം കടം കയറിയാലും ഭയപ്പെടുന്ന വ്യക്തിയല്ല. പക്ഷേ എല്ലാ മനുഷ്യരും ഇടപെട്ടവരെല്ലാവരും അവരോടെല്ലാം സമഭാവനയിലും സ്നേഹത്തിലും അവരുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേർന്നവർക്ക് പണം വാരിയെറിയുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മരണസമയത്ത് അവിടെ ഇത്രയോ ആൾക്കാരുമായിട്ട് ബന്ധവും സമൂഹത്തിലെ എല്ലാ VIP-കളും ആയിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്കൊക്കെ ഫണ്ട് കൊടുത്തൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഒക്കെ വന്നെങ്കിലും സിനിമാ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ മാത്രമാണ് അവിടെ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള പലരും അപ്രസക്തമായ ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ പണം ഒന്നുമില്ലാതെ വന്ന പലർക്കും അദ്ദേഹത്തിൻ്റെ പണം ലഭിച്ചവരും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സിനിമാ താരങ്ങളോ പ്രൊഡ്യൂസർമാരോ അതുപോലെയുള്ള വ്യവസായികളോ ഒന്നും അവിടെ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടുത്തെ ജീവനക്കാരുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ള ധാരാളം ആൾക്കാർ എല്ലാവർക്കും അദ്ദേഹം ഗുണം ചെയ്തിട്ടുണ്ട്, അതിന് സംശയമില്ല. അദ്ദേഹത്തിന് സിനിമാ കമ്പവും ഈ കാറുകളിലുള്ള കമ്പവും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അദ്ദേഹം കടന്നിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ ദുരൂഹമാണ് പണം വരുന്ന മാർഗം. ചുരുക്കത്തിൽ അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത്. സാർ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ റോയിയുടെ റൂം പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ റൂമിൽ എന്താണ് ഉണ്ടായിരുന്നത്, റോയി ആരെയാണ് ഭയപ്പെട്ടത് എന്നെല്ലാം ചോദിച്ചിരുന്നു.
റോയിക്ക് പിന്നിൽ മറ്റ് വമ്പൻ സ്രാവുകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നുവെന്ന് സംശയിക്കണോ? എൻ്റെ കണക്കൂട്ടൽ ഡിപ്ലോമാറ്റ് പദവി ഹോൾഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഒത്തിരി മെച്ചമുണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായ ഒരു പൊസിഷനുള്ള വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ എല്ലാ രാജ്യങ്ങളും കൊടുക്കും. അതാണ് റോയ് ഇതിനകത്ത് ചെയ്തുകൊണ്ട് വന്നത്. കാരണം ഒരു PhD ഉണ്ട്, അദ്ദേഹത്തിന് MBA ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ബിടെക്കുകാരനോ MTechകാരനോ ഡിഗ്രിയൊക്കെ കണ്ടേക്കാം. പക്ഷേ ഒരു ഡിപ്ലോമാറ്റിൻ്റെ പ്രൊട്ടക്ഷൻ എന്തിനാണ്? അപ്പോൾ നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ കള്ളപ്പണം വരുന്നതിനും അതിൻ്റെ പ്രൊട്ടക്ഷനും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ അഭയം തേടാമല്ലോ, ഇന്ത്യയിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കാമായിരുന്നല്ലോ. പക്ഷേ ഇന്ത്യയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഭീഷണി വന്നെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് വിദേശത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംശയിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചില ദുബായിലും മറ്റിടത്തും വളരെയധികം അദ്ദേഹത്തിന് ബാധ്യതകളുണ്ട്. മലയാള സിനിമയിലെ അറിയാം, എല്ലാ നടന്മാരും ചെറുതും വലുതും എല്ലാവരും ദുബായ് നടന്മാരും നടികളും ദുബായ് സെൻട്രലൈസ് ചെയ്ത് പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഇടതായാലും വലതായാലും BJP ആയാലും ആരായാലും ശരി, കോൺഗ്രസ് ആയാലും ചെറിയ നേതാക്കളും വലിയ കൂടെ ദുബായിക്ക് പോകും. അതെന്തിന്? ഇവിടെ രാഷ്ട്രീയക്കാരും ഇതൊക്കെ ഡൽഹിക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഇവിടെയുള്ള ചെറുതും വലുതുമായ നേതാക്കൾ അവരുടെ ജീവിതത്തിൽ എല്ലാവരും ഫ്ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ചെറിയ നേതാക്കളും വലിയ നേതാക്കളും ഏത് രാഷ്ട്രീയ പാർട്ടികളും ദുബായിയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൾഫ് കൺട്രിയിലേക്ക് UAE എല്ലാവരും പോകുന്നത്. അവിടെ എന്താണ്? അവിടെ അധ്വാനിക്കാതെ പണം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന് പണം വാരിക്കൊണ്ട് ആർക്കും കഴിയില്ല. പിന്നെ എന്തിനു പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ വിഷയം. സിനിമാ നിർമ്മാതാക്കന്മാരും അതുപോലെ നടന്മാരും നടികളും സ്ഥിരമായി ദുബായിലാണ്. മലയാളത്തിലെ എല്ലാ സിനിമ നടന്മാരും നടികളും പ്രൊഡ്യൂസർമാരും എല്ലാം ദുബായിലിരുന്നാണ്. ഈ മലയാളത്തിലിരുന്ന് സിനിമ എടുക്കുന്നവർ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? അതിൻ്റെ ഫണ്ട് വരുന്നത് ഒരു ഷെയ്ഡി ഏരിയയിൽ നിന്നൊക്കെ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ IT ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കപ്പുറം റോയിയെ ആത്മസംഘർഷത്തിലേക്ക് നയിച്ചത് തന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരോട് എന്തു മറുപടി നൽകണം എന്ന ഒരു ഭയമായിരിക്കുമോ? അതാകുമോ ഇത്തരമൊരു കടുങ്കൈ തിരഞ്ഞെടുക്കാൻ റോയിയെ പ്രേരിപ്പിച്ചത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ അദ്ദേഹത്തിനെ വിശ്വസിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം വരെ നിന്നിരിക്കുന്നത്. അവർക്കൊക്കെ അതിന് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്, നല്ല സാമ്പത്തികം കൊടുക്കുന്നുണ്ട്. അതിനൊന്നും മടിയില്ലാത്തൊരു വ്യക്തിയാണ് റോയി. അതേസമയത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ ക്രമമില്ലാതെ പണം വരുന്നത് എങ്ങനെ? നമ്മൾ നിരോധിച്ച സംഘടനയിൽ നിന്നും പൈസ വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വരുന്ന പല രീതിയിലുള്ള ചർച്ചയിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഈ ത്രെട്ട് അദ്ദേഹത്തിനൊരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ ത്രെട്ട് അതിജീവിക്കാൻ കഴിയില്ല. ആ ത്രെട്ട് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ത്രെട്ടിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയേണ്ടി വരും. കാരണം എവിടെയോ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് പതുക്കെ അറിഞ്ഞോ അറിയാതെയോ ഇൻകം ടാക്സുകാർ ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കർണാടക ഹൈക്കോടതിയിലെ ഡിസംബർ മാസം ആദ്യം ഈ ഇൻകം ടാക്സ് റെയ്ഡിനെതിരെയും അവരുടെ അന്വേഷണത്തിനെതിരെ ഒരു സ്റ്റേ വാങ്ങിച്ചിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ അദ്ദേഹം അത് വിഡ്രോ ചെയ്തു. അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുന്നതാണ്, അത് വിട്ടു. അപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡിനെ വന്നവർ നടത്തിക്കോളൂ എന്ന് ഉള്ള അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം അതിന് വശംവദനായത്. പക്ഷേ അതിലപ്പുറം ഒരു കാര്യമുണ്ട്. അതാണ് അദ്ദേഹം ജീവൻ പിടിയാൻ കാരണമെന്നാണ്. അത് ഭീതിപ്പെടുത്തുന്നതാണ്, അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നതാണ്. പല വൻമരങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ മരങ്ങളും കള്ളക്കടത്ത് മേഖലയിലുള്ള വൻമരങ്ങളും അല്ലെങ്കിൽ വൻ വ്യവസായികളും ഇവിടെ കടപുഴുകി വീഴും എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആ രീതി പറയുന്നത്. കടപുഴുകി വീഴും, അത് താങ്ങാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഭൂമിയിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് സ്വയം തന്നെ ഒരു തീരുമാനമെടുത്ത് അവരുടെ എല്ലാം സംരക്ഷണം ആവശ്യമാണ്. കടം വരുത്തി വച്ചിരിക്കുന്നതെല്ലാം ആർക്കും ഉപദ്രവമില്ലാതെ അതെല്ലാം സെറ്റിൽ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രോപ്പർട്ടികളെല്ലാം ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടോ ഇല്ലോ നമുക്കറിയാത്തില്ല.
എങ്കിലും ഇതൊരു റിസീവറിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ എൻ്റയർ സ്വത്തുക്കൾ റിസീവറിലേക്ക് പോകും. ഏതെങ്കിലും സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടോ, ലാൻഡായിട്ടോ ബിൽഡിംഗ് ആയിട്ടോ, അതോ അതിനകത്ത് പലരും ഷെയറാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ വ്യവസായ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച അദ്ദേഹത്തിനുണ്ടായി. അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് പിടിച്ചു നിൽക്കാനായിട്ട് ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കയറാൻ വേണ്ടി ഏതെങ്കിലും ഒരു കുൽസിത പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതിലേക്ക് അന്വേഷണം വരികയോ അതിലേക്കുള്ള ചോദ്യം വരികയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തോട് വിട പറഞ്ഞത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഒരിക്കലും ഒരു ലക്ഷറിക്കാരന് ഇതുപോലെ പണമുള്ള, പണത്തിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി എന്തിനാണ് പിന്നെ ഈ കൃത്യം ചെയ്തത് എന്നാണ് ന്യായമായ സംശയം. അത് തീർച്ചയായിട്ടും നിസ്സാര കാര്യമല്ല. അത് ഇതുവരെ വെളിച്ചം കാണാത്ത ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് ഇനി പോലീസ്, കർണാടക അതിലെ CID വരുമോ, അതോ ഇൻകം ടാക്സുകാർ വരുമോ, അല്ലെ ED വരുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. അവർ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താ വളരെ ബൃഹത്തായ ഒരു സംഭവം. അത് അദ്ദേഹത്തിനെ മാത്രമല്ല, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല വ്യവസായികളെയും പല രാഷ്ട്രീയക്കാരെയും ബാധിക്കുന്ന, അവർക്കൊക്കെ ഇമേജ് വേറെയാണ് അങ്ങനെയുള്ളവർ. അതിന് അവരുടെ ഇമേജ് മൊത്തം തകർന്നു വീഴുന്ന എന്തോ ഒരു സംഗതി അത് ഉണ്ടായിട്ടുണ്ട്. അത് ഇയാളിൽ കൂടെ വെളിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയത് എന്ന് ഞാൻ കരുതുന്നു. റോയ്ക്ക് സിനിമ രാഷ്ട്രീയ മേഖലകളിൽ ഉള്ളവരുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ സിനിമ രാഷ്ട്രീയ മേഖലകളിലേക്ക് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നീളാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാർ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പലിശ കൃത്യമായിട്ട് കിട്ടും. അദ്ദേഹത്തിന് വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായം തഴച്ചു വളരുകയാണ്. അങ്ങനെ പണം നിക്ഷേപിച്ചവരുടെ കണക്കുകളൊക്കെ നമുക്ക് ഉടനെ കാണാം. യഥാർത്ഥത്തിൽ ഹാർഡൻഡായ മണി നിക്ഷേപിച്ചവർ എല്ലാവരും തകർന്ന് തരിപ്പണമാകും. അതോടൊപ്പം തന്നെ അങ്ങനെ നിക്ഷേപിച്ച പണം അടിച്ചു മാറ്റിയ ആൾക്കാരുടെ പുറകെ EDയും അതുപോലെ തന്നെ IT-ക്കാരും പോകും എന്നാണ് ഞാൻ കരുതുന്നത്. സാറും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നതാണ് CJ റോയിയുടെ ഡയറിയെക്കുറിച്ച്. ഈ ഡയറി കുറിപ്പ് മരണക്കുറിപ്പായി പരിഗണിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കിട്ടിയത്. അതിനാൽ ഡയറിയിലെ കുറിപ്പുകൾ മരണക്കുറിപ്പായി കണക്കാക്കാനാകില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അപ്പോൾ 20 പേജുള്ള ആ ഡയറിയും 9 പേജുള്ള ആ മരണക്കുറിപ്പും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിർണായകമല്ലേ? അതൊരു മരണക്കുറിപ്പായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളൊരു 6 മാസം മുമ്പ് എന്നാ മരിച്ചു കളയാന്ന് ചോദിച്ചാൽ മരണക്കുറിപ്പ് എഴുതി വെച്ച ശേഷം പതുക്കെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ മാറാം. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നാ വേണ്ട. അതിനുശേഷം അങ്ങനെ സംഭവിക്കും. മരണത്തിന് തൊട്ട് മുമ്പ് ആ തീരുമാനം എടുത്ത് ഒരു 10 വർഷം മുമ്പ് എടുത്ത കാര്യമല്ല. ഇപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളും കടം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചെന്ന് വിചാരിച്ചാൽ അത് മരണക്കുറിപ്പിൻ്റെ ഭാഗമല്ല. അത് അദ്ദേഹം മാനസികമായി തകർന്ന സമയത്ത് താൻ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ തോന്നിയ സന്ദർഭത്തിൽ എഴുതി വെച്ചതാകാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കടപ്പാടുള്ള ആൾക്കാരെ കൊടുക്കാനുള്ള പണങ്ങളൊക്കെ എഴുതി വെച്ചതാകാം. പക്ഷേ അതൊക്കെ ഇനി ലഭിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന്, അത് വളവും തിരിവുമുള്ള ട്രാൻസാക്ഷൻ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നിവർന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരാകുമോ? അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു ക്ലോസ് റേഞ്ചിലുള്ള ഒരു വെടിവെപ്പായിരുന്നു അത് സൈലൻസറുള്ള ഒരു തോക്കാണ്. അത് എന്തിനാണിത്? അത് അങ്ങനെ ഒരു തോക്ക് അദ്ദേഹത്തിനുള്ളതായിട്ട് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. തോക്കുണ്ടെന്ന് തോന്നിക്കാണും, പക്ഷേ വെടിവെച്ചാൽ ഒച്ച കേൾക്കില്ലാത്ത ഒരു തോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് കുറച്ച് കോംപ്ലിക്കേഷൻ ഇപ്പം വരുത്തുന്നുണ്ട് അന്വേഷണത്തിൽ. പിന്നെ അതിനകത്ത് ഒരു ക്ലോസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ അത് വെടിവെച്ച ഭാഗത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് വെടിവെപ്പിൻ്റെ തീർച്ചയായിട്ടും ഉണ്ടാവും.
അപ്പോൾ അതാണെങ്കിൽ ക്ലോസ് റേഞ്ചാണ്, നമുക്ക് ഉറപ്പിക്കാം അത് വേറെ ആരും ചെയ്തതല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിനെ വലിച്ചു മുറുക്കിയതായിട്ടോ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തിയതായിട്ടോ ഉള്ള ഒരു തീർച്ചയായിട്ടും ആ വെടിവെപ്പിന് മുമ്പ് ഉണ്ടാവും. അത് ബോഡിയിൽ തന്നെ കൺഡ്യൂഷനായിട്ട് എങ്ങനെയെങ്കിലും കാണാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വരുമ്പോൾ, ഏതായാലും അത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്ന് അത് ബുള്ളറ്റ് ഇഞ്ചുറി കൊണ്ട് തന്നെ മരിച്ചു എന്ന് തന്നെ അതേ വരുള്ളൂ. അത് ക്ലോസ് റേഞ്ചിൽ തന്നെയാണ്. അത് ഏത് രീതി അദ്ദേഹത്തിൻ്റെ കയ്യിരുന്ന തോക്ക് കർണാടക പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വെടിവെച്ചത് ആ മുറിയിൽ വേറെ ചില ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ മികവ് പോലെ ഇരിക്കും. അങ്ങനെ ആരെങ്കിലും നേരത്തെ അവിടെ മുറിക്കകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കിതുവരെ വിവരങ്ങളില്ല. അതേ സമയത്ത് ഈ CCTV ദൃശ്യങ്ങൾ 3 ദിവസമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പത്രക്കാരൻ പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹത്തിന് പരിചയമില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എങ്ങാനും ലഭിക്കുമോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിംഗ് സമുച്ചയത്തിൻ്റെ എവിടെയോ വന്നിരുന്നപ്പം അദ്ദേഹം ആ ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കാരണം CCTV ദൃശ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എല്ലാം എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് എല്ലാം കൂടെ എല്ലാ ഏരിയയിലും ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റുവട്ടം മാത്രമല്ല അതിൻ്റെ ഉൾവശത്തെയും വെളിയിലെ എനിക്ക് തോന്നുന്നു 1/2 കിലോമീറ്റർ അകലം പോലെയുള്ള ദൃശ്യങ്ങൾ കാണാനുള്ള സംവിധാനം അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നു. ആര് വരുന്നു, എവിടുന്ന് വരുന്നു, എന്ത് വരുന്നു, ആരാണവർ എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ മുറിയിരുന്നാൽ മതി. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അത് ഒരു ഭയത്തിൻ്റെ പുറത്തുണ്ടാകുന്ന സംഗതിയാണ്. കാരണം അത്രയും CCTV ദൃശ്യങ്ങൾ അദ്ദേഹം വെക്കുന്നത് തീർച്ചയായിട്ടും ഭയപ്പാടും. അതുതന്നെയല്ലേ 15ഓളം സെക്യൂരിറ്റിക്കാർ ബൗൺസർമാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? അത് ആർഭാടത്തിൻ്റെ ഭാഗമില്ല, അത് ഭയത്തിൻ്റെ ഭാഗം കൊണ്ടാണ് അത്രയും പേരെ സെക്യൂരിറ്റിക്കാരായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത്. ഈ ആദായ നികുതി വകുപ്പ് റെയ്ഡിനെതിരെ കർണാടക മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിട്ടുണ്ടല്ലോ. റെയ്ഡിനിടെ പ്രോട്ടോകോൾ ലംഘനമുണ്ടായി എന്നും ചട്ടം പാലിച്ചില്ല എന്നൊക്കെയാണ് കത്തിൽ ആരോപിക്കുന്നത്. 2 സാക്ഷികൾ റെയ്ഡ് സമയത്ത് വേണമെന്ന ചട്ടം പാലിച്ചില്ല എന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, അതൊക്കെ അതായത് അഡീഷണൽ കമ്മീഷണർ ഗോപാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംഘമാണ് വരുന്നത്. പക്ഷേ കർണാടകയിൽ നിന്നുള്ള സംഘമല്ല. അതെന്താണ് കർണാടകത്തിലെ സംഘത്തിനെ നിയോഗിക്കാത്തത്? കാരണം കർണാടകയിലുള്ള സംഘങ്ങളെല്ലാം ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സെൻട്രൽ ആയാലും ശരി സ്റ്റേറ്റ് ആയാലും ശരി അവരെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് റോയി എന്ന് അത് സെൻട്രലുള്ളവർക്ക് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും എറണാകുളത്തെ യൂണിറ്റിനെ അത് ഏൽപ്പിക്കാൻ കാരണം കർണാടക ഉള്ള ആരെ ഏൽപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പൂനെയിലുള്ളവരെ ഏൽപ്പിക്കാം, മഹാരാഷ്ട്രയിലുള്ളവരെ ഏൽപ്പിച്ചില്ല, തമിഴ്നാട്ടിലുള്ളവരെ ഏൽപ്പിച്ചില്ല. കാരണം അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകളെത്തും. അദ്ദേഹത്തിന് അവിടെ എല്ലാം ബിസിനസ്സുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പണം ഒഴുക്കി തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. കേരളത്തിലെ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവിടെ പ്രക്ഷോഭം ഉണ്ടാവും, ആൾക്കാരെ എതിർക്കും. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എറണാകുളത്തുള്ള യൂണിറ്റ് തന്നെ അന്വേഷിച്ച് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേന്ദ്ര ഏജൻസികളുടെ അനാവശ്യമായ പിടിമുറുക്കലുകളും പരിശോധനകളുമൊക്കെയാണ് റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന ഒരു ആരോപണമുണ്ട്. അങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇവിടെ എത്രത്തോളം സാധ്യതയുണ്ട്? അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കലും അതുമായിട്ട് അടുപ്പമുള്ള ആരും ഒരിക്കലും ഇദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പലരും ഇതിനെ കൊന്നതാണ്, ആരോ മുറിയിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നത് അതുകൊണ്ടാണ്. അത് തന്നെയല്ല, വെടിശബ്ദമൊന്നും ആരും കേട്ടില്ലല്ലോ. അപ്പം സൈലൻസർ തോക്കാണെന്ന് പിന്നെയല്ലേ മനസ്സിലായേ. അദ്ദേഹത്തിന് തോക്കുണ്ടെന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ 10-15 പേരുള്ളവർക്കാർക്കും അറിവുണ്ടോയെന്ന് അവരെ ചോദ്യം ചെയ്തെങ്കിലേ അത് അറിയാനൊക്കെ ഉള്ളൂ. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ദുരൂഹമാണ്. അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഏതായാലും കർണാടക പോലീസ് ഇത് ആരെങ്കിലും അദ്ദേഹത്തിനെ കൊന്നതാണോ എന്നുള്ള വിവരങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്താനൊക്കെ ഉള്ളൂ. അദ്ദേഹം ജീവിതം വെടിഞ്ഞതാണോ, അത് ഭയം കൊണ്ടാണോ, അതോ വേറെ ഏതോ സംഗതിയെ അദ്ദേഹം അകാരണമായി അല്ലെങ്കിൽ അദ്ദേഹം ഭയചകിതനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു. കാരണം അത് വേറെ ചില ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2000 നോട്ട് മുറിയിലുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്.
ഈ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരാളാണ് റോയ് എന്നാണ് പറയപ്പെടുന്നത്. യുഎഇയിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങളുള്ളതായി ഡയറിയിൽ എഴുതിയിട്ടുണ്ട് എന്നും അറിയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്ത, മനോരമ അത് നല്ല രീതിയിൽ വാർത്ത ചെയ്തിരുന്നു, നമ്മളും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഇന്ത്യ UAE കരാർ കർശനമാക്കിയത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. അതും റോയിയുടെ മരണവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? സാർ എന്താണ് ഇതിൽ നിന്നും അനുമാനിച്ചെടുക്കുന്നത്? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം ദുബായ് വിട്ടതാണ് എന്നും പറയുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ കൺട്രികളുമായിട്ട് പ്രത്യേകിച്ച് സ്ലോവാക്യൻ രാജ്യവുമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സോഴ്സൊന്നും ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. അത് EDക്ക് അത് കണ്ടെത്താൻ കഴിയുള്ളൂ. കർണാടക പോലീസിൻ്റെ അന്വേഷണം ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹം സ്വയം ഭരിച്ചതാണോ വല്ലവരും അദ്ദേഹത്തിനെ കൊന്നതാണോ എന്നുള്ള കാര്യത്തിലാണ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. ബാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീർച്ചയായിട്ടും അത് ഇൻകം ടാക്സുകാർ അത് കണ്ടെത്തും. അവർ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിലേക്ക് പതുക്കെ വിരൽ തൊട്ടു, പതുക്കെ ടച്ച് ചെയ്തു, അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.